അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ, എന്തായാലും അനൗപചാരിക തലത്തിലുള്ള ഒരു ഇടപെടൽ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കാം, അല്ലേ? അതെ. ഒന്ന് രണ്ട് കാര്യം എന്താ വെച്ചാൽ, ഇപ്പോ അബൂ സലീമിനെ നമ്മൾ പോർച്ചുഗലിൽ നിന്ന് എക്സ്ട്രാഡിറ്റ് ചെയ്തു. അപ്പൊ പോർച്ചുഗൽ ഒരു കണ്ടീഷൻ വെച്ചത് അയാളെ വധശിക്ഷയ്ക്ക് വിധേയമാക്കരുത് എന്നാണ്. കാരണം പോർച്ചുഗലിൽ വധശിക്ഷയില്ല. അപ്പൊ നമ്മളത് അനുസരിച്ചു. അതേസമയത്ത് യാക്കൂബ് മേമനെ ദുബായിൽ നിന്ന് എക്സ്ട്രാഡിറ്റ് ചെയ്തു. ദുബായിക്ക് അത് പറയാൻ പറ്റില്ല, കാരണം ദുബായിൽ വധശിക്ഷയുണ്ട്. അപ്പൊ യാക്കൂബ് മേമന് നമ്മൾ വധശിക്ഷ കൊടുത്തു. ഇതേപോലെ മറ്റു രാജ്യങ്ങളുടെ നിയമങ്ങൾ നമുക്ക് മാനിക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടെ പറഞ്ഞതുപോലെ ഒരു 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 പ്രത്യാശയുള്ളത്, ബ്ലഡ് മണി അക്സെപ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്തിട്ടോ ചെയ്യാണ്ടയോ മരണപ്പെട്ട ആളുടെ ബന്ധുക്കൾക്ക് മാപ്പ് കൊടുക്കാനുള്ള ഒരു പ്രൊവിഷൻ ഉള്ളത് ഇപ്പോ ഇവിടെ ഒരു വെള്ളി രേഖയാണ്. അപ്പൊ അത് എത്ര കണ്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ അതൊരു പ്രോപ്പർ ചാനലിലൂടെ എന്ന് വെച്ചാൽ, ഈ നേരത്തെ പറഞ്ഞതുപോലെ നയതന്ത്ര ബന്ധങ്ങൾ ഔദ്യോഗികമായി ഇല്ലെങ്കിലും ഇന്ത്യ ഗവൺമെന്റ് എന്ന ഒരു പ്രോപ്പർ ചാനലിലൂടെ ചെയ്താൽ അതിനൊരു ആധികാരികതയുണ്ടാവും, അവിടെ ഒരു വിശ്വാസ്യത വരും. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഗവൺമെന്റ് ഇന്ത്യ രാജ്യത്തിന്റെ സർക്കാരാണ് ഞങ്ങളെ അപ്രോച്ച് ചെയ്യുന്നത് എന്ന് വരുമ്പോൾ അവർക്ക് അതൊരു ഒരു 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 അംഗീകാരമാണ്. കാരണം അവരോട് ഗൗരവത്തോടു കൂടി സംസാരിക്കേണ്ട ആളുകൾ സംസാരിച്ചു എന്ന രീതിയിൽ. അതല്ല എന്ന് നമ്മൾ വേറെ മറ്റു ആളുകൾ അവരറിയാണ്ട് പോയി സംസാരിച്ചാലൊക്കെ അവർ പ്രകോപിതരാവുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം. അപ്പൊ അതൊക്കെ ഒഴിവാക്കി അവരെ പ്രകോപിപ്പിക്കാതെ, അതായത് അവരെന്ന് ഉദ്ദേശിക്കുന്ന ആ കുടുംബത്തെ പ്രകോപിപ്പിക്കാതെ അവരുമായി ഗൗരവപരമായ രീതിയിൽ സംസാരിച്ച് ഏതെങ്കിലും രീതിയിൽ വധശിക്ഷയെങ്കിലും ഒഴിവാക്കി എടുക്കാൻ സാധിക്കുമെങ്കിൽ അതൊരു നല്ല കാര്യമായിരിക്കും. അതുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് തന്നെ ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ. ആരും ഇതൊരു ആളാവാനുള്ള ഒരു അവസരമായി ദയവ് ചെയ്ത് ഉപയോഗിക്കരുത് എന്നാണ് പറയാനുള്ളത്. ആരിഫ്, നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് നമ്മളെ തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മഹദി തന്നെ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വാചകം ഉപയോഗിച്ചിട്ടാണ്. അതിൽ അദ്ദേഹം 17 മണിക്കൂർ മുന്നായിട്ടിരിക്കുന്ന ഒരു പോസ്റ്റ് ഇങ്ങനെയാണ്: ഇന്ത്യൻ സോഴ്സ്, ദ ഇന്ത്യൻ നേഴ്സ് വിൽ ബി റിലീസ്ഡ് സൂൺ. എ യമനി സോഴ്സ് വിച്ച് ഈസ് മീ എന്ന് വെച്ചാൽ പുള്ളി തന്നെ എന്താണ് അത് പറയുന്നത്? ദ ഇന്ത്യൻ ഡിസീസ് വിൽ സൂൺ ബി എക്സിക്യൂട്ടഡ് എന്നാണ് അതിന്റെ തർജ്ജമ പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ പുള്ളി ഈ പറയുന്ന സംഗതിയിൽ എക്സിക്യൂഷൻ അല്ലാതെ വേറൊന്നും അവിടെ പ്രതീക്ഷിക്കുന്നില്ല, അതിനകത്തൊന്നും കാണുന്നില്ല എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതിന്റെ ഇടയിലാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന തരത്തിലുള്ള കാന്തപുരത്തിന്റെ ഇടപെടലായിട്ടും അതുപോലെ മറ്റു പല സംഗതികളായിട്ട് പറയുകയും അതിൽ അനാവശ്യ മുതലെടുപ്പുകൾ നടത്തുകയും വഴിതിരിച്ചു വിടുന്ന അവസ്ഥ ഉണ്ടാവുകയും അവസാനം ഈ കാന്തപുരം തോറ്റെടുത്ത് ഇന്നിപ്പോൾ വീണ്ടും രാജ്യം ജയിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്തത്. അതിൽ നമ്മൾ പറയുന്നു ആ വിഷയത്തിൽ ഇനി ചെയ്യാൻ കഴിയും ഇന്ത്യക്ക് മാത്രമാണെന്നുള്ളൊരു തിരിച്ചറിവാണ് അവിടെ വരുന്നത്. ഇത് തന്നെയായിരുന്നു തുടക്കത്തിലും വേണ്ടിയിരുന്നത്. അതിനെ ബൈപ്പാസ് ചെയ്യാൻ നോക്കി ഇന്ന് വിഷയം തന്നെ വഴിതിരിച്ചുവിടുന്ന അവസ്ഥയിലേക്ക് ഉണ്ടാക്കിയതിൽ പൂർണ്ണ ഉത്തരവാദിത്തം കാന്തപുരത്തിന്റെ ശിങ്കടികളും ഏറ്റെടുക്കണം എന്നും കൂടിയാണ് എനിക്കിവിടെ പറഞ്ഞു വെക്കാനുള്ളത്. ഇത് വേണ്ടാത്ത ആവശ്യമില്ലാത്ത ഒരു ഇടപെടലായി പോയി. ഇത് ശരിയായ രീതിയിൽ അത് ചെയ്തിരുന്നതിന് ഗുണമാകുമായിരുന്ന ഒരു സംഗതി ഈ രീതിയിൽ ചെയ്തതുകൊണ്ട് അത് വളരെ വികലമായ രീതിയിലേക്കും ഒക്കെ പോകാനുള്ളൊരു സാധ്യതയായിട്ട് ഇത് മാറിയിട്ടുണ്ട് എന്നാണ് ഇതിനകത്ത് കാണാൻ കഴിയുന്നത്. തലാലിന്റെ സഹോദരന്റെ പ്രതികരണങ്ങൾ പോലും അതിൽ നിന്ന് കാണുന്നത് ആ രീതിയിലാണ്. നമ്മളിവിടെ പറയുന്നതിന്റെ ഒക്കെ മറുപടികൾ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പോസ്റ്റ് ആയിട്ട് ഇപ്പോൾ ലാസ്റ്റ് ടാങ്കിന്റെ ചിത്രം വരെ ഇട്ടിട്ടാണ് ഇപ്പോൾ പോസ്റ്റ് അവിടെ ലാസ്റ്റ് വന്നിരിക്കുന്നത് 3 മണിക്കൂർ മുന്നേ. ഈ രീതിയിലേക്ക് വരെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും വധശിക്ഷ ലഭിക്കുന്നത് അത് ഒരു അതിൽ നിന്നൊരു ഒഴിവ് കിട്ടാൻ സാധിക്കുമെങ്കിൽ ആകട്ടെ, അത് തന്നെയാണ് നമ്മളെ പ്രതീക്ഷ. വധശിക്ഷയോടൊപ്പമല്ല, അത് ഇന്ത്യയിലായാലും ശരി അവിടെ ആയാലും ശരി നമുക്കത് തന്നെയാണ് പറയുന്നത്. അതേസമയം നിമിഷ ഒരു നിരപരാധിയാണെന്നൊന്നും പറയാൻ ഞാനില്ല. ചെയ്ത കുറ്റത്തിനുള്ള ശിക്ഷ ലഭിക്കുക തന്നെ വേണം. പക്ഷെ അത് വധശിക്ഷയിൽ കുറഞ്ഞുള്ളത് എന്ത് തന്നെ ആയാലും അതാകട്ടെ എന്നാണ് നമുക്ക് പറഞ്ഞത്. ആരിഫ്, എത്രയെത്ര ജനീൻ കേസസ് ഉണ്ട് അല്ലേ? ഒരു തെറ്റും ചെയ്യാതെ ശിക്ഷ അനുഭവിക്കുന്നവരില്ലേ? അതെ, ഞാൻ ആ വ്യക്തിയുടെ പേര് ഓർമ്മയില്ല. പക്ഷെ ആ വ്യക്തി ഇതുപോലെ ഒരു മയക്കുമരുന്ന് കേസിൽ വേറൊരാൾ ചതിക്കപ്പെട്ടിട്ട് ഇവിടെ ജയിലിൽ കടന്ന് അയാൾ കൊല്ലപ്പെട്ടു. ആ കൊല്ലപ്പെടുന്നതിന് മുന്നേ, മരിക്കുന്നതിന് മുന്നേ അദ്ദേഹത്തിന്റെ ഉമ്മ ഞങ്ങൾക്ക് അയച്ചു തന്നിട്ടുള്ള വോയിസ് മെസ്സേജ് നമ്മുടെ കയ്യിലുണ്ട്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അതിന് മുന്നേ തന്നെ അവിടെ വധശിക്ഷ നടപ്പിലാക്കി കഴിഞ്ഞു. ഇതേപോലെ എത്ര ആളുകൾ അവിടെ നിരപരാധികളായിട്ടുള്ള ആളുകൾ കിടക്കുന്നുണ്ട്. അപ്പോഴാണ് ഇതേപോലെയുള്ള കുറ്റകൃത്യത്തിന് പിടിച്ച് അതിൽ കുറ്റസമ്മതം നടത്തിയ ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്.
അതിനു വേണ്ടിയിട്ട് ഇതുപോലെ ഇറങ്ങിത്തിരിക്കുന്ന ആളുകൾ, എന്നിട്ട് അത് വെച്ച് മതം പോലും ഇവിടെ പ്രചരിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നു. ചില ഉസ്താദുമാരൊക്കെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് കണ്ടില്ല, ഇസ്ലാമിന്റെ മേന്മയാണെന്ന് പറയുന്നത്. ഇതിനെല്ലാം വഴിവെക്കുന്ന രീതിയിലേക്ക് ഈ വിഷയത്തെ കൊണ്ടുപോകാൻ ഒരു ചരക്കാക്കി മാറ്റിയിരിക്കുകയാണ് സത്യത്തിൽ ഈ വിഷയത്തെ എന്ന് പറയുമ്പോൾ വിഷമമുണ്ട് എന്നുള്ളതാണ്. കാരണം ഇത് വെച്ചിട്ട് നമ്മളിത് പറയുമ്പോൾ നമ്മളെ മുസ്ലിം വിരുദ്ധനായിട്ട് ഇസ്ലാം വിരുദ്ധനൊക്കെ ആയിട്ട് ചിത്രീകരിക്കും. പക്ഷേ ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത് ഇവർ തന്നെയാണ്. നമുക്കിത് പറയാതിരിക്കാൻ കഴിയില്ല, ഇതിനെ വിമർശിക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്.